ഒരു കാലത്ത് ഇന്ത്യയുടെ ശത്രുവായിരുന്നു ഫിജി. വളരെ ചെറിയൊരു ദ്വീപ് സമൂഹമാണ് ഫിജി. ഇന്ന് പക്ഷേ നരേന്ദ്രമോദിയുടെ ഒരു ലോകരാജ്യങ്ങളെ മുഴുവൻ കൂട്ടിക്കൊണ്ടുവരുന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഫിജിയുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ഇതാ ഇന്ത്യയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുമായിട്ട് പല പദ്ധതികളും തന്നെ പ്ലാൻ ചെയ്യുന്നു. അവർക്ക് വേണ്ട തരത്തിലുള്ള സഹായങ്ങൾ പോലും നൽകുന്നുണ്ട്. ഭാരതം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് ഫിജിയിൽ നിർമ്മിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു വലിയ സൗഹൃദത്തിലേക്കല്ലേ മാറുന്നത്? വലിയ സൗഹൃദത്തിലേക്ക് മാറുന്നു എന്നത് മാത്രമല്ല, ഇന്ത്യയുടെ ഒരു പുതിയ രാഷ്ട്രീയ നയം, വിദേശകാര്യ നയം കൂടെയാണ് അതിലൂടെ വ്യക്തമാകുന്നത്. നമ്മൾ വലിയ വലിയ രാഷ്ട്രങ്ങളെ സമീപിക്കുമ്പോൾ അവർക്ക് ഒരുപാട് കണ്ടീഷനുകളാണ്. അവർക്ക് ഒരുപാട് ഇപ്പം അമേരിക്കയെ നോക്കി നിൽക്കണം, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങളെ, യൂറോപ്യൻ രാഷ്ട്രങ്ങളെ നോക്കി നിൽക്കണം, നാറ്റോയുമായിട്ട് ഉള്ള പല കാര്യങ്ങളും ആലോചിക്കണം. പക്ഷേ ലോകത്ത് ഈ ഫിജിയെ പോലെ കൊച്ചു കൊച്ചു രാഷ്ട്രങ്ങൾ അനവധിയുണ്ട്. അവിടെ പൊട്ടൻഷ്യലായ മാർക്കറ്റുകൾ ഉണ്ട് എന്ന് നരേന്ദ്രമോദി കണ്ടെത്തി എന്നുള്ളതാണ് ഈ ട്രംപിൻ്റെ തിരിച്ചടി യുഗത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു പുതിയ മെസ്സേജ്. നമ്മൾ വലിയ രാഷ്ട്രങ്ങളെ ഒരുപാട് സമീപിച്ചിട്ടുണ്ട്. ബ്രിട്ടനുമായിട്ട് ഫ്രീ ട്രേഡ് നമ്മൾ നീങ്ങിയിട്ടുണ്ട്. ചൈനയുമായിട്ട് പറ്റുന്നത്ര ചെറിയ ചെറിയ ട്രേഡുകൾക്ക് നമുക്ക് സാധ്യതകൾ നോക്കി തുടങ്ങിയിട്ടുണ്ട്. കരമാർഗം നമ്മുടെ ഈ ചുരങ്ങൾ റോഡ് ആക്കി മാറ്റിക്കൊണ്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ സാധനങ്ങൾ ചൈനയിൽ എത്തിക്കുന്നതിനുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ഇതിനൊപ്പം ജപ്പാനും ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളും ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പോലെ വളരെ തന്ത്രപ്രധാനമാണ് ചെറിയ ചെറിയ രാജ്യങ്ങൾ. ആഫ്രിക്കയിലെ ചെറിയ രാജ്യങ്ങളുണ്ട്. ഇത് സൗത്ത് പസഫിക്കിലുള്ള ഒരു രാഷ്ട്രമാണ് ഫിജി എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷദ്വീപ് പോലെ, മാലദ്വീപ്സ് പോലെ കൊച്ചു കൊച്ചു 300 ചില്ലുവാനം വരുന്ന ദ്വീപ സമൂഹങ്ങൾ അടങ്ങുന്ന 18,600 സ്ക്വയർ കിലോമീറ്റർ. കേരളം എന്ന് പറയുന്നത് 38,500 സ്ക്വയർ കിലോമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ പകുതി പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ്. 10 ലക്ഷത്തോളമാണ് ജനസംഖ്യ. പക്ഷേ അവിടെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ അവർക്ക് വേണം. കാരണം അവർക്ക് പല കാര്യങ്ങളും സ്വയം പര്യാപ്തമല്ല. അവർ ഇപ്പോഴും ഒരു മൂന്നാം ലോകരാഷ്ട്രം പോലെ ജീവിക്കുകയാണ്. അവർക്ക് സൗകര്യങ്ങളില്ല. അവർക്ക് സഹായം ആവശ്യമാണ്. അപ്പോൾ നരേന്ദ്രമോദിയുടെ ബുദ്ധി അവിടെയാണ് വർക്ക് ചെയ്തത്. ഈ വൻപാന്മാരെ നമ്മൾ ചെന്ന് ഞങ്ങൾ ട്രേഡ് നടത്താം, ഇപ്പോൾ അമേരിക്ക ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വില കുറച്ച് തരാം എന്നൊക്കെ പറയുമ്പോൾ അവരൊന്നുകൂടെ ഗമയിൽ നിൽക്കും, അല്ലേ? പക്ഷേ ഇതുപോലെ സഹായം ആഗ്രഹിച്ച്, സഹായം കൊതിച്ച് നിൽക്കുന്ന ചില രാഷ്ട്രങ്ങളുണ്ട് ലോകത്ത്. ഒന്നല്ല, അനവധി ഇതുപോലെ കൊച്ചു കൊച്ചു ഫിജി രാഷ്ട്രങ്ങൾ ഉണ്ട്. അത് സൗത്ത് പസഫിക്കിൽ മാത്രമല്ല, ആഫ്രിക്കയിലുണ്ട്, ലാറ്റിൻ അമേരിക്കൻ ലാറ്റിൻ അമേരിക്കയിൽ 19 രാഷ്ട്രങ്ങൾ കിടക്കുകയാണ്. അതിൽ പലതും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഇതുപോലെ ചെറിയ രാജ്യങ്ങൾ. അത് ചെറുതുമല്ല. ലാറ്റിൻ അമേരിക്കയിലെ രാഷ്ട്രങ്ങളൊക്കെ പലതും വലുതാണ്, വിസ്തൃതിയുള്ളതാണ്. ബ്രസീൽ എന്നൊക്കെ പറയുന്നത് സമ്പത്തിന്റെ ഒരു കലവറയാണ്. മെക്സിക്കോ അതുപോലെയാണ്. ചെറിയ രാജ്യങ്ങൾ, പെറു പോലുള്ള രാഷ്ട്രങ്ങളുമുണ്ട്. ആ രാഷ്ട്രങ്ങളുമായിട്ടൊക്കെ നമ്മൾ ബന്ധം സ്ഥാപിക്കുകയാണ്. ഇവരെല്ലാം അമേരിക്കയുടെ അടികൊണ്ട് വളരെ വർഷങ്ങളായിട്ട് കിടക്കുന്നതാണ്, മനസ്സിലല്ലേ? അവർ പല വിധത്തിൽ ഇവരെ പീഡിപ്പിച്ചും വേദനിപ്പിച്ചും ഇവരുടെ ചോര ഊറ്റി കുടിച്ച് ധാതു ലവണങ്ങൾ അടിച്ചു മാറ്റി ജനങ്ങളെ വഞ്ചിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ രാഷ്ട്രങ്ങളെയൊക്കെ നമ്മളിപ്പം സഖ്യമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിജി ഒരു ഉദാഹരണമാണെന്ന് ഞാൻ പറഞ്ഞത്. ഫിജിയിൽ ഈ സിദിവേനി റബുക്ക, അവിടുത്തെ പ്രധാനമന്ത്രി, അദ്ദേഹം 98-99 അവിടെ ഇന്ത്യയിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ ആളാണ്. ഇന്ത്യയിൽ നിന്ന് പരിശീലനമൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്ന്, ഇപ്പോൾ ഫിജിയിൽ ഒരുപാട് ഇന്ത്യക്കാരുണ്ടായിരുന്നു. ഭൂരിപക്ഷം ഇന്ത്യക്കാരുള്ളൊരു സ്ഥലം കൂടെയായിരുന്നു ഫിജി. അപ്പോൾ അവിടെ അദ്ദേഹം അവിടെ ചെന്നിട്ട് ആദ്യം ചെയ്തത് അവരുടെ വോട്ടവകാശം ആദ്യം ഇന്ത്യക്കാർ കൂടുതലുള്ളത് കൊണ്ട് അദ്ദേഹത്തിനൊരു ഭയം ഉണ്ടായിരുന്നു, എനിക്ക് ജയിക്കാൻ കഴിയുമോ? അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യക്കാരുടെ വോട്ടവകാശം പലതും എടുത്തു കളയുകയും അവർക്ക് അവിടെ സ്വതന്ത്രമായി പലതും ചെയ്യുന്നതിനുള്ള അവസരം നിഷേധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 99 കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു 98-99 അട്ടിമറിയിലൂടെയാണ് അവിടെ ഭരണം പിടിച്ചടക്കിയത്. അത് കഴിഞ്ഞ് അദ്ദേഹം നിഷ്കാസിതനാവുകയും 2022 വീണ്ടും ഭരണത്തിലെത്തുകയും ചെയ്തു. അപ്പോൾ നരേന്ദ്രമോദി
രണ്ടാമത് ഇത്തവണ അധികാരത്തിൽ 2014 അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ നരേന്ദ്രമോദിയും ഇന്ത്യൻ പ്രസിഡന്റും പല പ്രാവശ്യം ഫിജി സന്ദർശിക്കുകയുണ്ടായി. അങ്ങനെ ഒരു പുതിയ ബന്ധം അവിടെ സ്ഥാപിച്ചു. നമ്മൾ അവർക്ക് ചെറിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ ചെയ്തു കൊടുക്കും, ആശുപത്രികൾ, ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങൾ, മോഡേൺ ടെക്നോളജി, IT അടക്കമുള്ള ടെക്നോളജികൾ ഒക്കെ നമ്മൾ അവർക്ക് നൽകി അവരെ പര്യാപ്തമാക്കുന്നതിനോടൊപ്പം നമ്മുടെ ഡയറി ഉൽപ്പന്നങ്ങൾ പോലുള്ള സാധനങ്ങൾ അവർക്കതൊന്നും ഇല്ല. അവർക്ക് പാല് കിട്ടണമെങ്കിൽ, ഡയറി ഉൽപ്പന്നങ്ങൾ കിട്ടണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമേരിക്ക നമ്മളെ ബാൻ ചെയ്ത് നമ്മളിൽ നിന്ന് വിരട്ടി നിർത്തുന്ന സാധനങ്ങൾ നമുക്ക് അങ്ങോട്ട് കൊടുക്കാനും കൂടെ സാധിക്കുക. അപ്പോൾ വിപണി ലക്ഷ്യമിടുന്നുണ്ട്. അവിടെ 10 ലക്ഷം ജനങ്ങളുണ്ട്. അവർക്ക് വസ്ത്രം വേണം, അവരവിടെ ഉൽപ്പന്നമില്ല, അവർ വസ്ത്രോത്പാദനം നടത്തുന്നില്ല, മറ്റു പലയിടത്തുനിന്ന് ഇറക്കുമതിയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ 10 ലക്ഷം പേർക്ക് ഒരു മാർക്കറ്റ് അവിടെ കണ്ടെത്തുകയാണ്. 10 ലക്ഷം പേരുടെ വസ്ത്രത്തിൻ്റെ ആവശ്യം നമ്മൾ പരിഹരിച്ചു കൊടുക്കും. 10 ലക്ഷം പേർക്കുള്ള ഡയറി ഉൽപ്പന്നങ്ങൾ നമ്മൾ കൊടുക്കും. 10 ലക്ഷം പേർക്കുള്ള അവശ്യ സാധനങ്ങൾ, ധാന്യങ്ങളൊക്കെ നമ്മൾ വിപണനം നടത്തും. 10 ലക്ഷം പേർക്കുള്ള ടെക്നോളജി, മറ്റു കാര്യങ്ങൾ, അവരെ പുതിയ യുഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. അവരുടെ ആശുപത്രികൾ നമ്മൾ മോഡേണൈസ് ചെയ്ത് കൊടുക്കും. അവർക്ക് എന്തിന് സൈനികമായിട്ടുള്ള സപ്പോർട്ട് വരെ നമ്മൾ കൊടുക്കുന്ന വിധത്തിലാണ് നമ്മുടെ പുതിയ നയം രൂപീകരിച്ചിരിക്കുന്നത്. അതായത് ഒരമേരിക്ക നമ്മളോട് പിണങ്ങിയാൽ അമേരിക്കയേക്കാൾ വലിയ, എന്നാൽ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ചേർന്ന് നമ്മൾ അമേരിക്കയേക്കാൾ വലിയ ബിസിനസ് നടത്താൻ കഴിയുന്ന ഒരു സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കും, ഇന്നല്ലെങ്കിൽ നാളെ. അതിൻ്റെ പടിപടിയായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നതാണ് ഈ നയത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഇത് ട്രംപിന് വേറെ ഒരു നിർദ്ദേശവും അല്ലെങ്കിൽ ഒരു സന്ദേശവും കൂടെ കൊടുക്കുന്നതാണ്. താങ്കൾ ഞങ്ങളെ ഇത്തരത്തിൽ വെല്ലുവിളിക്കേണ്ട, ഞങ്ങൾ വലിയ വലിയ രാഷ്ട്രങ്ങളുമായിട്ട് മാത്രമേ കൂടുന്നു വേണ്ട, നിങ്ങളൊക്കെ തഴഞ്ഞിട്ടിരിക്കുന്ന കൊച്ചു കൊച്ചു രാഷ്ട്രങ്ങൾ, അവർക്ക് അർഹതയുള്ളത് ഏത് മേഖലയിലാണ്, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കി ഞങ്ങൾ അവർക്ക് നൽകുകയും ഒപ്പം ഞങ്ങളുടെ വ്യാപാരം അവരുമായിട്ട് നടത്തിക്കൊണ്ട് നിങ്ങൾ വെച്ചിരിക്കുന്ന ഈ വാതുവെപ്പിൽ ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം ഞങ്ങൾ പരിഹരിക്കും എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അല്ല, ഇത് ട്രംപിന് ഒരു തിരിച്ചടി തന്നെ ആയിരിക്കും. ചെറിയ രാജ്യം ആണെങ്കിൽ ഒരുപാട്, ഇത് ഒരു രാജ്യമല്ല. ഞാനതാ പറഞ്ഞേ, ലാറ്റിൻ അമേരിക്കയിൽ ഇത്തരത്തിലുള്ള 10-50 രാഷ്ട്രങ്ങളുണ്ട്. പ്രധാനപ്പെട്ട നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന രാഷ്ട്രങ്ങളുണ്ട്. 47 രാഷ്ട്രങ്ങൾ ഇതിനകം തന്നെ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആ രാഷ്ട്രങ്ങളെയെല്ലാം നമ്മൾ കൂടെ നിർത്തുകയാണ്. ആഫ്രിക്കയിൽ ഇതുപോലെ നിരവധി രാഷ്ട്രങ്ങളുണ്ട്. ആ രാഷ്ട്രങ്ങളെയൊക്കെ നമ്മൾ കൂടെ നിർത്തുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വലിയ ഗുണമാണ് ലഭിക്കുന്നത്. ഈവൻ ശ്രീലങ്ക പോലും ഇപ്പം നമ്മളുമായിട്ട് പല വിധത്തിൽ സൗഹൃദത്തിലായി കഴിഞ്ഞു. മാൽദീവ്സ് നമ്മളുമായിട്ട് സൗഹൃദത്തിലായി കഴിഞ്ഞു. ഇപ്പോൾ ചെറിയ ചെറിയ രാഷ്ട്രങ്ങളിൽ നിന്ന് നമ്മൾ കരുതുന്നത് പോലും നമുക്ക് ഗുണകരമാവുകയാണ്. ഇപ്പം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് 10,000 രൂപയുടെ സാധനം വാങ്ങിക്കുന്നുണ്ട്. അതിന് പകരം ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു, നിങ്ങൾ എന്നോട് വഴക്കായി കഴിഞ്ഞാൽ ഈ 10,000 രൂപയുടെ സാധനം ഞാൻ 1000 രൂപ വീതമുള്ള 10 പേർക്കായിട്ട് വിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാൽ എൻ്റെ ബുദ്ധി എങ്ങനെ, നിങ്ങളുടെ വേല എങ്ങനെ, ഇതെങ്ങനെ ഒത്തുപോകും? ഇതാണ് നരേന്ദ്രമോദി ട്രംപിനോട് ചോദിക്കുന്നത്. ആ വേല നമ്മളോട് വേണ്ട. നിങ്ങൾ 10,000-ൻ്റെ സാധനം വാങ്ങിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ 1000 ഉള്ള 10 പേരെ കണ്ടെത്തും. ഈ ഒരു നയമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ നയം തീർച്ചയായിട്ടും വിജയിക്കും. ഇത് ഗുജറാത്തിലെ മാർവാടികളുടെ ബുദ്ധിയേക്കാൾ വലിയൊരു ബുദ്ധിയാണ് ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് മാത്രമല്ല, ലോകത്തെ പല ചെറിയ രാഷ്ട്രങ്ങളെയും വലിയ രാഷ്ട്രങ്ങളാക്കി നിർത്താൻ സാധിക്കുകയും അതിൻ്റെ നായകത്വം ഇന്ത്യക്ക് വരികയും കൂടി ചെയ്യുന്നുണ്ട്. അതും കൂടെ ചേർത്തായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളൊരു വലിയ മതിൽ സൃഷ്ടിക്കും. ട്രംപിനെതിരെ, അമേരിക്കയുടെ സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കെതിരെ ഞങ്ങളൊരു വലിയ മതിൽ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. അണ്ണാരക്കണ്ണനും തന്നാലായതും എന്ന മുദ്രാവാക്യമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. കൊച്ചു കൊച്ചു രാഷ്ട്രങ്ങൾ ചേർന്ന് ഞങ്ങൾ വലിയ ശക്തിയാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.